രാഹുൽ ബാർഗൈനിങ് നടത്തി ഫോഴ്സ് ചെയ്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർക്ക് താല്പര്യമില്ലാത്ത അർഹരായവരെ തഴഞ്ഞ് പല സ്ഥലത്തും തിരികെ കയറ്റിയ ആളുകൾ. അങ്ങനെ തന്നെ പറയണം. പലതരത്തും അവൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ഗുണ്ടാ സംഘത്തെ, ക്രിമിനൽ സംഘത്തെ, അങ്ങനെയുള്ള ആളുകളെ വരെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തി. പിന്നെ അവനുമായിട്ട് ബന്ധമുള്ള ചില ആളുകൾ അതിലേക്ക് ഗിഫ്റ്റ്സുമായിട്ട് വരാം. തുടങ്ങേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നേമം ഡിവിഷനിൽ മത്സരിക്കുന്ന നേമം ഷജീർ. നേമത്തുകാർക്ക് മോശമായത്. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ, അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് കൂട്ടി ചേർത്ത് വെക്കുന്ന അടൂർ പ്രകാശ്. പക്ഷേ നേമം ഷജീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേമത്തുകാർ ഒന്നുകിൽ ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റണം. അതാണ് വേണ്ടത്. കാരണം അത്രയും മോശമാണ്. ഈവൻ സുഡാപ്പി ബാക്ക്ഗ്രൗണ്ടിലാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, SDP-കാരനായിരുന്നു. ആ സുഡാപ്പി ആയിട്ടുള്ള ഇവനെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാക്കി കൊണ്ടുവരുന്നു. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഇവിടെ നിയമസഭയിലേക്ക് വന്നപ്പം അവൻ അനുഗമിക്കുന്നു. പിന്നെ അവൻ സ്ഥാനാർത്ഥിയാവുന്നു കോർപ്പറേഷനിലേക്ക്.